ജിയോജിബ്ര ജാലകം തുറക്കാനായി ഷോ ആപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ജിയോജിബ്ര എന്ന് ടൈപ്പ് ചെയ്യുന്നു. ജിയോജിബ്ര. ജിയോജിബ്ര ജാലകം ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ചോദ്യം നോക്കാം. ഇൻപുട്ട് ബാർ സങ്കേതം ഉപയോഗിച്ച് x+y=8, x-y=4 എന്നീ വരകൾ നിർമ്മിക്കണം. വരകൾ സംഗമിക്കുന്ന സ്ഥാനം കണ്ടെത്തി അവിടെ ഒരു ബിന്ദു ഇൻപുട്ട് ബാർ സങ്കേതം ഉപയോഗിച്ച് അടയാളപ്പെടുത്തുക. നോക്കാം. ഇവിടെ താഴെ ഇതാണ് ഇൻപുട്ട് ബാർ. താഴെ ഇടതുവശം മൂലയിൽ ഇവിടെ നാം ടൈപ്പ് ചെയ്യേണ്ടത് x+y=8, x+y=8 എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ ഒരു വര ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. പിന്നെ എൻ്റർ അടിക്കുന്നു. പിന്നീട് x-y, x-y=4 എന്ന് ടൈപ്പ് ചെയ്യുന്നു. എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ അൽജിബ്ര വ്യൂവിൽ നാം കൊടുത്ത സമവാക്യങ്ങളിവിടെ കാണാൻ പറ്റും. ഇനി എന്താ പറയുക, ഈ രണ്ട് വരകൾ സംഗമിക്കുന്നത് നമുക്കറിയാം. x അക്ഷത്തിൽ 6ഉം y അക്ഷത്തിൽ 2ഉമാണ്. അപ്പോൾ x6 2 എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത് ഇൻപുട്ട് ബാറിൽ തന്നെയാണ് നാം ടൈപ്പ് ചെയ്യേണ്ടത്. വലിയ അക്ഷരത്തിൽ x വലിയ അക്ഷരം സമം ബ്രാക്കറ്റ് 6,2 എന്ന് ടൈപ്പ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ആ രണ്ട് വരകൾ എന്താണ് സംഗമിക്കുന്ന സ്ഥലത്ത് ഒരു ബിന്ദു, ഒരു പോയിന്റ് രൂപപ്പെട്ടു. ഇനി എങ്ങനെയാണ് സേവ് ചെയ്യണമെന്ന് നോക്കാം. ഫയൽ, സേവ്. ഇവിടെ ഹോം സെലക്ട് ചെയ്യുന്നു. ഹോം. ഇവിടെ എക്സാം പ്രോഡക്ട്സ്. ഇവിടെ ഫയൽ നെയിം കൊടുക്കേണ്ടത്, ഫയൽ നാമം കൊടുക്കേണ്ടത് ഞാൻ ഉദാഹരണത്തിന് ഒരു നമ്പർ ഇവിടെ 444 എന്ന് ടൈപ്പ് ചെയ്യാണ്. നിങ്ങളുടെ രജിസ്റ്റർ നമ്പറാണ് ഇവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. ഇവിടെ ശേഷം അണ്ടർസ്കോർ കൊടുക്കുന്നു. അണ്ടർസ്കോർ ഇൻ്റർസെക്റ്റ് അണ്ടർസ്കോർ GGB ജിയോജിബ്രയുടെ എക്സ്റ്റൻഷൻ കൊടുക്കാം. GGB എന്ന് ടൈപ്പ് ചെയ്യുന്നു. ശേഷം സേവ് കൊടുക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. ഈ പ്രവർത്തനം അവസാനിപ്പിക്കാം. വിടുക. നമുക്കിനി നാം സേവ് ചെയ്ത് നോക്കാം. എവിടെയുള്ളത് നോക്കാം. ഹോമിൽ ഇതാ എക്സാം പ്രോഡക്ട്സ് ഓപ്പൺ ചെയ്യുന്നു. അതിൽ നാം ഇപ്പോൾ അവസാനം 444 ഇതാണ്. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഓപ്പൺ വിത്ത് ജിയോജിബ്ര. ഇങ്ങനെയാണ് വരിക. ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കുക. നന്നായി പ്രാക്ടീസ് ചെയ്യുക. സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് നോക്കാം. തിരുവനന്തപുരത്ത് നിന്നും 2026 മാർച്ച് 15 രാവിലെ 6:45 സൂര്യോദയം സ്റ്റെല്ലേറിയം സോഫ്റ്റ്വെയറിൽ ദൃശ്യമാക്കുക. സഹായം. ലൊക്കേഷൻ തിരുവനന്തപുരം. ഡേറ്റ് ആൻഡ് ടൈം മാർച്ച് 15, 2026 രാവിലെ 6:45. ലൊക്കേഷൻസ്, ഡേറ്റ് ആൻഡ് ടൈം എന്നിവ ക്രമീകരിച്ച് സൂര്യനെ കണ്ടെത്തി കഴിഞ്ഞാൽ മൗസ് വീൽ ഉപയോഗിച്ച് സൂം ചെയ്ത് സൂര്യനെ വ്യക്തമായി ദൃശ്യമാക്കുക. സൂര്യോദയം കാണുന്ന രീതിയിൽ സ്ക്രീൻഷോട്ട് തയ്യാറാക്കുക. exam10_products ഫോൾഡറിൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _tvm.png എന്ന ഫയൽ നാമം നൽകി സ്ക്രീൻഷോട്ട് സേവ് ചെയ്യുക. സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് കീബോർഡിലെ PRTSC കീ പ്രസ് ചെയ്യുക. തുടർന്ന് നിശ്ചിത ഭാഗം തിരഞ്ഞെടുത്ത് എൻ്റർ കീ അമർത്തുന്നതോടെ സ്ക്രീൻഷോട്ട് ഫയൽ ഹോമിലെ പിക്ചേഴ്സ് സ്ക്രീൻഷോട്ട്സ് ഫോൾഡറിൽ ലഭിക്കും. ഇത് exam10 പ്രോഡക്ട്സിലേക്ക് കോപ്പി ചെയ്ത് നിർദ്ദിഷ്ട ഫയൽ നാമം നൽകുക. ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അതിനാൽ ഞാൻ സൂപ്പർ കീ അമർത്തുന്നു. ഇവിടെ സ്റ്റെല്ലേറിയം ടൈപ്പ് ചെയ്യുന്നു. സ്റ്റെല്ലേറിയം. ഇവിടെ ഈ ടൂൾസ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ 2 ആരോ കീകൾ ഞാൻ ക്ലിക്ക് ചെയ്യുകയാണ്. ഇടതുവശത്തുള്ള മൂലയിൽ. ശേഷം ലൊക്കേഷൻ നോക്കാം. ലൊക്കേഷൻ ഇവിടെ സെർച്ച് ചെയ്യുന്നു. തിരുവനന്തപുരം. ഇവിടെ മുകളിൽ വന്നിട്ടുണ്ട്. അത് സെലക്ട് ചെയ്തു. ശേഷം ഡേറ്റ് ആൻഡ് ടൈം സെറ്റ് ചെയ്യാം. ഇവിടെ 2026 തന്നെയുള്ളത്. 15 വേണം. മാർച്ച് 15 ഇവിടെ 3-ാം മാസമാണ്. 3 ഇനി ഇവിടെ പറഞ്ഞത് 6:45 പറഞ്ഞത്. ഇവിടെ 6 ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ 45 ടൈപ്പ് ചെയ്യുന്നു. 45. ശേഷം ഇത് ക്ലോസ് ചെയ്യാം. ഇത് വലിച്ചു വെക്കാം ഇങ്ങോട്ട്.
ഇനി നമുക്കിത് സ്ക്രോൾ വീൽ ഉപയോഗിച്ച് ഇങ്ങനെ ആക്കാവുന്നതാണ്. ഇതാണ് സൂര്യോദയം. ഇനി നമുക്കത് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് PRTSC കീ പ്രസ് ചെയ്യുന്നു, ഇതാ ഈ ബട്ടൺ അമർത്തുന്നു. ഇതാണ് ഒരു രീതി. ഇനി വേറൊരു രീതി കൂടി പറയാം. അതിനായി ഞാൻ ഇവിടെ സൂപ്പർ കീ അമർത്തുന്നു. എന്നിട്ട് ഇവിടെ സ്ക്രീൻഷോട്ട് ടൈപ്പ് ചെയ്യുന്നു. സ്ക്രീൻഷോട്ട് നോക്കാം, സെലക്ഷൻ കൊടുക്കുന്നു, ടേക്ക് സ്ക്രീൻഷോട്ട്. എന്നിട്ട് ഈ സ്ക്രീൻ മൊത്തം ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കാം. ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്താൽ നമുക്ക് എന്താണ് ഇവിടുത്തെ നമുക്ക് രജിസ്റ്റർ നമ്പർ കൊടുക്കാവുന്നതാണ്. ഇതാ ബാക്ക് സ്പേസ് അടിക്കുന്നു. ഇവിടെ ഒരു നമ്പർ ഞാൻ വെറുതെ ടൈപ്പ് ചെയ്യാണ്, 1 2 ഇങ്ങനെ ഒരു നമ്പർ ഞാൻ ടൈപ്പ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ അണ്ടർസ്കോർ കൊടുക്കുന്നു, TVM എന്ന് ടൈപ്പ് ചെയ്യുന്നു, .png അതിൽ തന്നെ ഉണ്ട്, സേവ് ചെയ്യുന്നു. ഇനി ഇതിന് നമുക്ക് ക്വിറ്റ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. ശേഷം നമുക്ക് ഹോമിൽ ഇതാ എക്സാം പിക്ചേഴ്സ് നോക്കാം. പിക്ചേഴ്സ് ഇതാണ് നമ്മൾ അവിടെ കൊടുത്തത്. ഇനി ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് ഇടാം, 2 സ്ക്രീൻഷോട്ട് ഉണ്ട്. ഇനി ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ റീനെയിം കൊടുക്കാം. ഇവിടെ ഇത് വേണം ഇങ്ങനെ ചെയ്യാം. ഇത് റീനെയിം കൊടുക്കുന്നു. അതിന് വേറൊരു നമ്പർ ഞാൻ കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്പർ കൊടുത്തു, അണ്ടർസ്കോർ കൊടുക്കുന്നു. ഇവിടെ TVM എന്ന് ടൈപ്പ് ചെയ്യുന്നു, .png അതിൽ തന്നെയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇവിടെ എന്ത് ചെയ്യാം, ഒന്നുകിൽ ഏതാണോ ഒരു സ്ക്രീൻഷോട്ട് ആയിട്ട് നമുക്ക് ഇവിടെ കോപ്പി ചെയ്യുന്നു. കോപ്പി ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഹോമിലെ എക്സാം പ്രോഡക്ട്സ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇനി ഇത് നമുക്ക് നോക്കാം വേണമെങ്കിൽ. ഇതാ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. എല്ലാവരും നന്നായി ചെയ്യുക. ഓക്കെ. QGIS സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം നമുക്ക് നോക്കാം. ഇടുക്കി ജില്ലയിൽ സംഭവിച്ച ഒരു ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിലിൻ്റെ വിവരങ്ങൾ QGIS സോഫ്റ്റ്വെയറിൽ പ്രദർശിപ്പിച്ച് സ്ക്രീൻഷോട്ട് തയ്യാറാക്കുക. Exam10 ഡോക്യുമെൻസിലുള്ള QGIS ഫോൾഡറിലെ idukki.qgs എന്ന ഫയൽ തുറക്കുക. Exam10 ഡോക്യുമെൻസിലുള്ള QGIS ഫോൾഡറിലെ കേരള landslides.csv എന്ന ഫയൽ ലെയറായി ഉൾപ്പെടുത്തുക. ഇടുക്കി ജില്ലയിൽ സംഭവിച്ച ഒരു ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിലിൻ്റെ വിവരങ്ങൾ പ്രദർശിപ്പിക്കുക. QGIS സോഫ്റ്റ്വെയർ ജാലകം മുഴുവനായും കിട്ടുന്ന വിധം സ്ക്രീൻഷോട്ട് എടുത്ത് രജിസ്റ്റർ നമ്പർ _landslide_idk.png എന്ന പേരിൽ Exam10 പ്രോഡക്ട്സിൽ സേവ് ചെയ്യുക. സ്ക്രീൻഷോട്ട് എടുക്കുന്നതിന് കീബോർഡിലെ PRTSC കീ പ്രസ് ചെയ്യുക. തുടർന്ന് നിശ്ചിത ഭാഗം തിരഞ്ഞെടുത്ത് എൻ്റർ കീ അമർത്തുന്നതോടെ സ്ക്രീൻഷോട്ട് ഫയൽ ഹോമിലെ പിക്ചേഴ്സ് സ്ക്രീൻഷോട്ട്സ് ഫോൾഡറിൽ ലഭിക്കും. ഇത് Exam10 പ്രോഡക്ട്സിലേക്ക് കോപ്പി ചെയ്ത് നിർദ്ദിഷ്ട ഫയൽ നാമം നൽകുക. ഇതെങ്ങനെയാണ് ചെയ്ത് നമുക്ക് നോക്കാം. ഹോമിൽ Exam10 ഡോക്യുമെൻറ്റ്സ് QGIS idukki.qgs ചോദ്യം നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നു നോക്കൂ, idukki.qgs എന്ന ഫയൽ തുറക്കാൻ പറഞ്ഞു. ഇനി QGIS ഫോൾഡറിലെ കേരള landslides.csv എന്ന ഫയൽ ലെയറായി ഉൾപ്പെടുത്തണം. അതിനായിട്ട് ഇവിടെ ലെയറായി ഉൾപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ലെയർ, ആഡ് ഡിലിമിറ്റഡ് ടെക്സ്റ്റ് ലെയർ. ഇവിടെ ഫയൽ നെയിം എന്ന ഭാഗത്ത് നമുക്ക് ആ ഡാറ്റ കൊണ്ടുവരണം. കേരള landslides.csv എന്ന ഫയലാണ് ഇവിടെ കൊണ്ടുവരേണ്ടത്. ഇവിടെ ബ്രൗസ് ചെയ്യുന്നു, ഇത് ഓപ്പൺ ചെയ്യുന്നു. ഇതിൽ മാറ്റങ്ങൾ വരുത്താനില്ല. ആഡ് കൊടുക്കുന്നു, ക്ലോസ്. ശേഷം ഈ ലെയർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഐഡൻറ്റിഫൈ ഫീച്ചേഴ്സ് ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ ഇടുക്കി ജില്ലയുടെ മാപ്പിൽ ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ പ്രദേശത്തെ ഡാറ്റ ഇവിടെ ദൃശ്യമായി. ഇനി ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാൻ PRTSC ക്ലിക്ക് ചെയ്യുന്നു. സ്ക്രീൻഷോട്ട് എടുത്തു. ഇനി നമുക്ക് ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. ഈ പ്രവർത്തനം അവസാനിപ്പിക്കാം. പിക്ചേഴ്സ് സ്ക്രീൻഷോട്ട് നോക്കാം. ഇതാണ് ഇപ്പോഴത്തെ സ്ക്രീൻഷോട്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇതിന് റീനെയിം കൊടുക്കുന്നു. അവിടെ 23
23 ഞാൻ ടൈപ്പ് ചെയ്യുന്നു, അണ്ടർസ്കോർ കൊടുത്തു, ലാൻഡ് സ്ലൈഡ് അണ്ടർസ്കോർ ADK എന്നാണ് ഫയൽ നെയിം ഇവിടെ നെയിം കൊടുക്കാൻ പറഞ്ഞത്. റീനെയിം കൊടുത്തു. ഇത് കോപ്പി ചെയ്യുന്നു, ഹോമിൽ എക്സാം പ്രോഡക്ട്സിൽ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഈ പ്രവർത്തനം ചെയ്യേണ്ടത്. നന്നായി ശ്രദ്ധിക്കുക. ഏവർക്കും നന്ദി, നമസ്കാരം.